SSF-ലും SYS-ലും എല്ലാം പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയ വേറെ വലിയൊരു സംഗതി ഉണ്ടായിരുന്നു. അതെന്താണ്? SKSSF-ൽ അല്ലെങ്കിൽ സമസ്തയിലുള്ള സ്വഭാവം വാല് തലയെ നിയന്ത്രിക്കുന്നു എന്ന് പലപ്പോഴും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞപ്പോ തീർത്തും അത് അപ്പുറത്ത് തന്നെയാണ് ഉള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാന് നൽകുന്ന ഉപദേശത്തിൽ കാര്യമായി പറയുന്ന സംഗതി, സമസ്തയിൽ 40 ആളുണ്ടെങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ തന്നെ വേണമെന്നാണ്, മൂപ്പര് തന്നെ വേണമെന്നാണ്. രക്ഷപ്പെട്ടി ഏത് ആളും എനക്കറിയാം ഈ വിഷയത്തിൽ ഓരോരുത്തരും എത്ര ഇൽമുണ്ടെന്നും ഞാൻ കിബറും പറയുന്നത് അത് അള്ളാഹു താല നിയമത്തിന് അറിയാം. എനിക്കറിയാം ഈ വിഷയത്തിൽ എത്രത്തോളം എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ SK കോഴിക്കോട്ട് സമ്മേളനം നടത്തിയിട്ട് ഒരു സംഗതി പറയും ഒറ്റ മുല്ലാർ രംഗത്തുള്ള പോ ഇല്ലല്ലോ. ഞാനല്ലാന്ന് ഞാനൊരു മുല്ലാർ വരാൻ ഇനി ഇത് പോട്ടെ. മാസപ്പറയ വിഷയം വാങ്ങി ഓർമ്മണ്ട ആരെയും രംഗത്ത് വിഷയം കിതാബ് വെച്ചിട്ട് പറഞ്ഞാലും ഞാൻ ഓർപ്പിച്ചേ. പിന്നെ ഒന്നുകൂടി നമ്മളെ കക്കാട് കരികത്തൊന്ന് സംസ്ഥയിൽ ഒരുപാട് മിലാൻ പറയില്ല കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അതല്ല അത് സംഗതി പറഞ്ഞ ഇപ്പൊ നടന്നു ശാസ്ത്രീയത്ത് എന്തെങ്കിലും നമ്മൾ ഒരിക്കുന്നവർക്ക് പക്ഷെ 100 നല്ല ഇങ്ങനെ ബാല് കൊടുത്തു വരുമല്ലോ ഒരു സമൂഹത്തിന്റെ ഞാൻ എനിക്ക് കുറയിലാണ് പറഞ്ഞത് സംവാദത്തിനുണ്ടോന്ന് ചോദിച്ചിട്ട് ഓല് വന്നില്ലേ. ഓല് വന്നിട്ട് എന്റെ അടുത്ത് പഠിച്ച കുട്ടികളും മുജാഹിദാക്കിയില്ല. എന്റെ സങ്കടം തീരുമോ? എനിക്ക് അവിടെയാ വിഷയം. ഇവിടെ ഒരു ചെറിയ ഒരു മുജാഹിദാക്കിയല്ലോ, ഒരു ആദ്യം ഇതാക്കി തിരികെ മുജാഹിദേ. അപ്പോ പിന്നെ ഈ ന്യൂനപക്ഷക്കാരെ ഇത്ര കാലമായി ഇവിടെ സംവാദം ഉണ്ടോന്ന് ചേർക്കുന്നു. ഞാൻ എന്റെ കുട്ടി പറഞ്ഞു വരുന്നത്. പക്ഷെ നല്ലത് ശരിയായ നിലക്ക് ഡോസ് ഇനി കിട്ടുന്നതെന്ന് അറിയില്ല. മരുന്നും കൊടുത്തപ്പോ ഇപ്പൊ എന്ത് ഓരോ ഏറ്റവും വലിയ ഹെഡ് അവിടെയാണ്, ആ സ്ഥലത്താ ഗവൺമെന്റകത്ത്. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നു, പഠിച്ചിട്ട് പറയും തിരിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഷറയില് അത് ഞാൻ പറയാൻ പാടില്ല. തിരിഞ്ഞൊരു കാര്യം ഞാൻ പറയില്ല. ഷറയില് ഇത് പറയാൻ ഞാനെങ്കിൽ പറയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്നോട് പറയാം, ഈ ഒരു വിഷയത്തിൽ ശറഅ് അനുസരിച്ച് നമ്മൾ ഇതാക്കണം. ഉസ്താദിനെ തുറന്ന് പ്രഖ്യാപിക്കണം ഈ പൊടി എന്ന് പറഞ്ഞില്ല. ഞാൻ പറയില്ല. അല്ലെ നമുക്ക് ഞാൻ പറയണം തുറന്ന് പ്രഖ്യാപിക്കുന്നത്. ഞാൻ പ്രഖ്യാപിക്കും, മൂസ പ്രഖ്യാപിക്കുന്നത്, കാര്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന നാശം അറിയാം. അത് മറ്റു 40 ആളുണ്ടായിട്ടും കാര്യമില്ല. ഓരോ ഇൽമിന്റെ ഗതി എന്താന്ന് എനിക്കറിയാം. ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാനല്ലാതെ ആരാ അവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് കൃത്യമായി അയാൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. എന്നിട്ട് എണ്ണി പറയുന്നുണ്ട്, നൂരിഷാ തരീഖത്ത് വന്നു, ഇവിടെ സമസ്തയിൽ എത്ര ആര്യമുണ്ടായി, അവർക്ക് വല്ലതും പറയാൻ കഴിഞ്ഞോ? ഞാനല്ലേ അത് ഇടപെട്ടത്? അങ്ങനെ പറയുന്നുണ്ട് ഓരോന്നും. മാസപ്പിറവി വന്നു, അത് ഞാനല്ലേ ഇടപെട്ടത്? ഇടപെട്ട കോലെങ്ങനെയെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇടപെട്ടത് ഞാനല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്ക്. എന്നിട്ട് സ്വന്തം ഉസ്താദായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലും തിരുത്താൻ അയാൾ അതിൽ തയ്യാറാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പല വിഷയവും അവർക്കൊന്നും അറിയൂല, അത് ഞാൻ പോയി പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക എന്നതാണ്. നിങ്ങൾ ചിന്തിക്കണം, ഉസ്താദുമാർക്ക് അങ്ങോട്ട് പഠിപ്പിക്കുന്ന സ്വഭാവം അത് ഏതെങ്കിലും ഒരു ആലങ്കാരിക പ്രയോഗം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതല്ല. അതേ സമയത്ത് എന്നിട്ട് ഓരോ ആളുകളെ പേരെടുത്ത് പറഞ്ഞു, ചെറിയ എപിക്ക് തിരിയൂല, എപിക്ക് അത് മനസ്സിലായിട്ടില്ല, അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കാണത് തിരിഞ്ഞത്. ഈ ഒരു സ്വഭാവം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ആരോപണമായി ഉന്നയിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളത് കാണുന്നത് അപ്പുറത്താണ് എന്നത് വളരെ കൃത്യമായി ഞാൻ ഇവിടെ അക്കമിട്ട് പറയുകയാണ്.